അപ്പം ഹലോ കമ്പാനിയൻസ്, നമ്മൾ സഞ്ചരിച്ച് കോടനാട് ആനക്കൂട്ടിൽ വന്നു. അപ്പോൾ ആനേനെ കണ്ടു, മാനിനെ കണ്ടു, അപ്പോൾ അങ്ങനെയുള്ള കുറേ നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ടു. ഇപ്പോൾ ഇത് സ്ഥലം എന്ന് പറഞ്ഞത് ഞാനിപ്പോൾ കാണിച്ചത് കോടനാട് ആനക്കൂട്ടിലാണ്. അപ്പം ഒരിക്കലെങ്കിലും ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വരിക, ഫാമിലിയുമായിട്ട് വരിക, നല്ല രീതിയിൽ ആസ്വദിച്ച് പോവുക കേട്ടോ. ഇവിടെ വരുമ്പോൾ വലിയ ചാർജോ കാര്യങ്ങളൊന്നുമില്ല. ഫുഡ് കാര്യങ്ങൾ ഇച്ചിരി സ്ഥലങ്ങൾ കഴിക്കാൻ, കുടിവെള്ളം കൊണ്ടുവരാൻ ശ്രമിക്കുക കേട്ടോ. ഇവിടെ കിട്ടും ഉണ്ട് കേട്ടോ. ഇതുകൊണ്ട് കമ്പാനിയൻസ്, ഇതാണ് ഇത് കോണ്ടാക്ട് ചെയ്തത്. ഇത് ഒരൈറ്റം മാനുകളാണ് കേട്ടോ. ഇതുണ്ട് നിങ്ങളിത് കാണാമോ നോക്കി. ഇത് കാണാമോ? ഇതില്ല മാന, ഇതുണ്ട് ഒരു കൂട്ടം മാന കിടക്കുന്നുണ്ട്. പിന്നെ ഇത് അവിടെ ഇച്ചിരി ഇതുണ്ട് മാന. ഇതുണ്ടോ നിങ്ങൾ ശരിക്കും കണ്ടോണം മാന. ഇതുണ്ട് അതുപോലെ ഇതുണ്ട്. നമുക്ക് മാക്സിമം കാണിക്കാവുന്ന അത്രേ കാണിക്കാൻ പറ്റത്തുള്ളൂ. കാരണം അത് നിങ്ങൾ കുറച്ച് അകലെയാണ് കിടക്കുന്നത്. കാരണം തണൽ നോക്കി ഇത് കിടക്കുന്നതാണേ. ഇതുണ്ട് കുഞ്ഞുങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. ഇതുണ്ട് നല്ലൊരു കാഴ്ചയല്ലേ. ഇതുണ്ട് കമ്പാനിയൻ. അത് അടുത്ത സെക്ഷൻ. ഇതുണ്ട് കുറേ മാനുകൾ കൂട്ടി വെള്ളം കുടിക്കുന്നു. ഇതുണ്ട് നല്ല ഇതുപോലുള്ള നല്ല ഇതുണ്ട് നടന്നു പോകുന്നതല്ലേ. നമുക്കിത് നല്ലപോലെ ഇത് നിങ്ങൾ ഇത് കാണുന്നുണ്ട്. ഇത് നോക്കിയാൽ നല്ല അടിപൊളിയൊരു കാഴ്ചയല്ലേ. ഇതുണ്ട് ഞാൻ ഇത്രയും യാത്ര ചെയ്തെങ്കിലും ഇത്രയും നല്ലൊരു അടിപൊളിയൊരു കാഴ്ചയെന്ന് പറഞ്ഞാൽ ഇതുണ്ട്. ഇതൊരു ഫോട്ടോ അല്ല, വീഡിയോ. ഇതേ കണ്ടോ. ഇത് ഒരെണ്ണം നടന്നു പോകുന്നുണ്ടോ? നടന്നു പോകുന്നത്. ഇത് പുള്ളിമാൻ എന്ന് പറയും കേട്ടോ. ഇതുകൊണ്ട് ഇത് കണ്ടോ കമ്പാനി നല്ല ഇത് വേറൊരു ഐറ്റം മാനാണ്. ഇതുണ്ട് ഇതെന്നെ നോക്കുന്നത്. ഇത് രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട്. ഇതുണ്ട് നിങ്ങൾ കണ്ടോണം. ഇത് കോടനാട് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഉള്ള നല്ല കിടുക്കാച്ചി കാര്യങ്ങൾ കാണാൻ കേട്ടോ. ഇതുണ്ട് കുറേ വെയിലത്ത് റെസ്റ്റ് എടുക്കുകയാണ് എനിക്കത് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. ഞാൻ മാക്സിമം ഇതുണ്ട് പ്ലാവലയത് തിരുന്ന് കേട്ടോ. ഇതുണ്ട് ശരിക്കും കണ്ടോണം. ഇതാണ് അതിൻ്റെ അകത്തൊരു മാനുകൾക്ക് ഇങ്ങോട്ട് ചാടി വരത്തില്ല. ഇതുണ്ട് അതിനുള്ള സെറ്റപ്പ് എല്ലാം കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെന്നെ നോക്കുന്നുണ്ട്. ഞാൻ മൊബൈലിൽ പിടിക്കുന്നത് വീഡിയോ എടുക്കുന്നുണ്ട്. അത് തലയാട്ടം എന്തെങ്കിലും ചെയ്യും. ഹായ്, ഇത് കണ്ട കമ്പാനിയൻസ്. ഇതുണ്ട് മാനുകൾ കിടക്കുന്നുണ്ട്. ഇതുണ്ട് കോടനാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുറേ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാം കേട്ടോ. ഇതുണ്ട് ഒരു 4 മണി കഴിഞ്ഞുള്ള സമയത്ത് വരുവാണെങ്കിൽ ഇങ്ങനെ നല്ല അടിപൊളിയല്ലേ. ഇതുണ്ട് മാനുകൾ ഇതുണ്ട് തണൽ നോക്കി കിടക്കണം. ഇപ്പം സമയം 2:30 കഴിഞ്ഞു കേട്ടോ. നല്ല വെയിലായതുകൊണ്ട് അവർ തണൽ നോക്കി കിടക്കുന്നതാണ്. ഇത് വേറൊരു ഐറ്റം മാനാണ്. ഇപ്പം നമ്മൾ 3ാമത്തെ മാനിൻ്റെ സെക്ഷനെ അത് കാണാൻ പോകുന്നത്. ഇതുണ്ട് വേറൊരു ഐറ്റം. കോടനാട് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഇതിപ്പോൾ മാൻ സെക്ഷനിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളി ഒരു കാഴ്ചയെന്ന് പറഞ്ഞാൽ ഇതുണ്ട് മാനുകൾ ഇതുണ്ട് ഇതിൻ്റെ കൊമ്പുകൾ ശരിക്കും ചെറുതാണ്. ഇതിങ്ങനെ വളഞ്ഞ് നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ആടിൻ്റെ ഒരു ഐറ്റത്തിൽ തോന്നിക്കുന്നത്. നമ്മുടെ വീടുകളിലുള്ള ആടുകൾക്ക് കൊടുക്കുന്ന തീറ്റയൊക്കെ ആയി മാനുകൾ തീറ്റ കൊടുക്കുന്നത്. അല്ലാതെ വേറെ സ്പെഷ്യൽ ഐറ്റം ഒന്നും കാണത്തില്ല. ഒക്കെ അതിന് വെട്ടിക്കൊണ്ടിട്ടേക്കുക. എല്ലാ കാര്യങ്ങളും നല്ല കൃത്യമായിട്ടാണ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇപ്പോൾ കണ്ടത് മാൻ പാർക്കാട്ടോ. ഇതുണ്ട് മാൻ പാർക്ക്. അടുത്തത് നമ്മൾ പോകുന്നത് എലിഫൻ്റ് ക്യാമ്പ്. ഓക്കെ, നമുക്ക് എലിഫൻ്റ് ക്യാമ്പിലോട്ട് പോകാവേ. കുറച്ച് നടക്കണം. ഞാനെല്ലാം ഇച്ചിരി സ്പീഡാണ്. ഭയങ്കര സ്പീഡാണ്. ഹരിപ്രസാദിന് 51 വയസ്സാണ് കമ്പാനിയൻസ് കേട്ടോ. ഹരിപ്രസാദിന് 51 വയസ്സ് കേട്ടോ. നല്ല അടിപൊളി ഒരു കാഴ്ചയില്ലേ. ഇതും ആ ഒരു സെക്ഷനിലുള്ള ആന കേട്ടോ. ഇതിൻ്റെ എനിക്ക് അറിയത്തില്ല. ചോദിച്ചിട്ട് അറിയത്തില്ല. ഡാൻസ് കളിക്കുന്നത് ഇവരെല്ലാം ഡാൻസുകാരാണ്. ഒരു ട്രൂപ്പിലുള്ളവരാണ്. പാർവതി ഇതിൻ്റെ പേരാണ് പാർവതി കേട്ടോ. ആനയുടെ പേരാണ് പാർവതി. നമുക്കൊരു ഡാൻസ് കളിക്കാം കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ ഒരു ഡാൻസ് കളിച്ചേക്കാം. ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡാൻസ് കളിച്ചോണ്ടിരിക്കുക.
ആളെ കാണുമ്പോൾ ഇച്ചിരി വാലാട്ടും ഇതൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഉറങ്ങുമായിരുന്നേ കേട്ടോ, ഉറങ്ങുന്നു. ഇതല്ലേ സുനിത, ഇതാണ് സുനിത എന്ന് പറയുന്ന ആന കേട്ടോ. ഇതൊന്ന് അങ്ങനെ വെയിലൊക്കെ അല്ലേ, നല്ല വലിയൊക്കെ ഒരു ഇതാണ്, നമ്മൾ തന്നെ നടന്നു പോകുന്നൊരു സമയമാണ്. ഇതല്ലേ നല്ലൊരു കാഴ്ചയല്ലേ, ഇതുണ്ട് സുനിത നിൽക്കുന്നുണ്ട്. ഒക്കെ 55 വയസ്സായിട്ടോ സുനിതയ്ക്ക്, 55 വയസ്സ്. അടുത്ത ഹരിപ്രസാദാണേ. ഹരിപ്രസാദിന് എന്ത് ചെയ്തുണ്ട്, ഹരിപ്രസാദിൻ്റെ വയസ്സ് ചോദിച്ചിട്ട് പറയാവേ കേട്ടോ. ഹരിപ്രസാദിൻ്റെ വയസ്സ് തന്നെ. ഇതാണ് ഹരിപ്രസാദാന കേട്ടോ. ഇത് വന്നു കഴിഞ്ഞ് കോടനാട്ടിൽ വന്നു കഴിഞ്ഞ് ഇതെല്ലാം കാണാം കേട്ടോ. ഇതിനതിന് നല്ല 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 പരിപാലനമാണ് ചെയ്തു വെച്ചേക്കുന്നത് കേട്ടോ. അതുകൊണ്ടോ നടക്കണ്ടോ, തീറ്റയ്ക്ക് തീറ്റ, ഒരു കാര്യത്തിന് ഒരു മുടക്കം വരുത്തിയിട്ടില്ല. ഇതുണ്ടോ ഈ പീലാണ്ടി ചന്ദ്രു എന്ന് പറയുന്നത് 49 വയസ്സാണ്. മണർകാട് ഡിവിഷനിലെ വനപ്രദേശങ്ങളിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരുന്നൊരു വ്യക്തിനാണ് കേട്ടോ ഇത്. അപ്പം എന്നിട്ട് 30/5/2017 വനംവകുപ്പ് പിടികൂടി താൽക്കാലികമായി കൂട്ടിലടക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് അന്നേരമാണ് ചന്ദ്രു എന്ന് വിളിപ്പേര് വന്നത്. കരിമ്പ്, പുല്ല്, പ്ലാവില, അവല്, ഈന്തപ്പഴം, തണ്ണിമത്തൻ എല്ലാമാണ് അവൻ്റെ ഇഷ്ട വിഭവങ്ങൾ. അവനെ ഇപ്പം കൂട്ടിലടച്ച് അവനെ മെരുക്കി മറ്റുള്ള ആനകളെപ്പോലെ ആക്കിക്കൊണ്ട് വരികയാണ് കേട്ടോ. ഇതുണ്ടോ, ഇതുതന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളു ഇന്ന് കേട്ടോ. നമ്മൾ ഇതുണ്ട് ആളെ കാണുമ്പോൾ കറക്റ്റ് ഡാൻസ് കളിയാണ്. ഇതാണ് ആളെ കാണുമ്പോൾ ഇതിന് ഡാൻസ് കളിക്കുന്നത്. ഇതുണ്ട് അല്ല ആശ ഉള്ള വരെയാണ് ആശ കേട്ടോ. ആരെങ്കിലും വരുമ്പോൾ അന്നേരം ഡാൻസ് കളിയാണ്. പ്ലാവില എടുത്ത് കൈ വെച്ച് ഡാൻസ് കളിക്കുക. അതുണ്ട് നല്ല അടിപൊളി ഒരു കാഴ്ചയല്ലേ ഇതുണ്ട്. അത് നിങ്ങളൊന്ന് കണ്ടോട്ടെ. ഇതാണ് പീലാണ്ടി ചന്ദ്രു. ഇതുണ്ടോ, ഇതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാം കേട്ടോ. നമുക്കറിയാവുന്ന കുറേ കാര്യങ്ങൾ പറഞ്ഞു തരാം കേട്ടോ. ഇതുണ്ട്, ഇതൊരു ആനപ്പാപ്പനാണ് വരുന്നത്. ഇവർക്ക് 23 വയസ്സുണ്ട് കേട്ടോ. 23 വയസ്സുണ്ട് കേട്ടോ ഈ ആശയ്ക്ക്. ഒരു കാടിൻ്റെ നടുവിലൂടെയുള്ള നമ്മുടെ യാത്രയാണ് കേട്ടോ ഇന്നത്തെ ആയിരുന്നു. അപ്പം അത് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത പുതിയൊരു നല്ലൊരു കാഴ്ചയുമായിട്ട് നിങ്ങളിലൂടെ മുമ്പിലോട്ട് എത്തിക്കുന്നതായിരിക്കും കേട്ടോ. ബൈ.